ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദർശും അനിയും കൂടി ചേർന്നിട്ട് നന്ദുവുമായി ചേർന്ന് നമ്മുടെ അവന്തികയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്ന് കണ്ടെത്തുകയാണ് കേട്ടോ. അത് ചില തെളിവുകളൊക്കെ നമ്മുടെ നന്ദു കൂടി നിരത്തുന്നുണ്ട്. അതിനായിട്ട് ആദർശ് വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം അനി ചുമതലകളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ അനിക്ക് തോന്നുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ആരൊക്കെയോ കമ്പനിയെ ഒറ്റുകൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഒറ്റുകൊടുക്കുന്നത് ആരാണെന്ന് അന്വേഷിച്ച് വരുമ്പം അവന്തികയിലേക്കും അതുപോലെ നവ്യയിലേക്കും അഭിയിലേക്കും ഒക്കെ സംശയം വരികയും അങ്ങനെ അവന്തികയാണ് ഇതെല്ലാം ചെയ്തതെന്ന് തെളിവ് സഹിതം നന്ദുവിൻ്റെ സഹായത്തോടെ പൊക്കുകയും അവന്തികയെ ആദർശും അനിയും നന്ദുവും കൂടി പൂട്ടുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് തീരുമാനിക്കുകയാണല്ലോ അനന്തപുരിയിൽ നിന്ന് പോകാൻ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ആദർശ് ഇറങ്ങുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടാ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വേണം, എന്തായാലും ഇങ്ങനൊരവസ്ഥ വന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, എനിക്കിനി ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാൻ പറ്റില്ല. മുത്തശ്ശൻ പറഞ്ഞൊക്കെ നീ കേട്ടതല്ലേ, എനിക്ക് അല്പം ആത്മാഭിമാനം ഉള്ളതുകൊണ്ട് ഇനി ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മോനെ നീ ഇങ്ങനെ കടുത്ത തീരുമാനമൊന്നും എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നിനക്കറിയാലോ അബിയെ എത്ര പ്രാവശ്യം തരം താഴ്ത്തിയിട്ടുണ്ടെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും മുത്തശ്ശൻ കാരണം നോക്കി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഇതുവരെ ഇവിടുന്ന് പോയിട്ടില്ല. അവരൊക്കെ ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് നിന്നെപ്പോലെ ഒരുത്തൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവനെപ്പോലല്ല ഞാൻ, എനിക്ക് അല്പം ആത്മാഭിമാനമൊക്കെ ഉണ്ട്. ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനായിട്ട് എൻ്റെ ആത്മാഭിമാനം എന്നെ അനുവദിക്കുന്നില്ല. അതുമാത്രമല്ല, ഞാൻ ഇങ്ങനെ പോകുന്നതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. എന്നെ ചതിച്ചവരെ എനിക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം. അതിന് ഞാൻ ഇവിടെ നിന്നാൽ പറ്റില്ല എന്ന് പറയാം. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, ആരോഗ്യമൊക്കെ നീ സൂക്ഷിക്കണം, ചുറ്റും ചതിയന്മാരാണുള്ളത്. ഇങ്ങനൊരവസ്ഥയിൽ നിനക്കൊരു അപകടവും പറ്റാതിരിക്കാൻ നീ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയാം. അപ്പോൾ നയന പറയുന്നുണ്ട്, എൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം ആദർശേട്ടാ. ആദർശേട്ടനെ ചതിക്കാനാണ് ചുറ്റിനും ആളുകളുള്ളത്, അതുകൊണ്ട് ആദർശേട്ടൻ പ്രത്യേകം ശ്രദ്ധിച്ചോണെന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. കൂടെ നിന്ന് ചതിക്കുന്നവർ ഈ വീട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തൽക്കാലത്തേക്ക് മാറി നിന്നേക്കാവെന്ന് വിചാരിച്ചതും. എൻ്റെ സെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറേ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു. മുത്തച്ഛൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഇനിയിപ്പോൾ അതിലൊക്കെ തെറ്റുകളൊക്കെ എനിക്ക് തിരിച്ചു വരണം. ഇതിൻ്റെ അകത്തെ യഥാർത്ഥ കള്ളന്മാരെ കണ്ടെത്തണം. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയെ ഇല്ലാതാക്കുന്നവർ ആരാണോ അവരെ കണ്ടെത്തണം. കാരണം അവരെ പൂട്ടാതിരുന്നാൽ പറ്റില്ല. നമ്മുടെ ജ്വല്ലറിയും പാരമ്പര്യവും ഒന്നും ഒരിക്കലും തകരാൻ പാടില്ല. അത് മുത്തശ്ശൻ്റെയും നമ്മളുടെ എല്ലാവരുടെയും ജീവൻ്റെ ഭാഗമല്ലേ നയനെ എന്നൊക്കെ പറയാം. എന്നിട്ട് ആദർശ് അവിടുന്ന് വണ്ടിയിൽ കയറി പോവാണ്. അപ്പോൾ പോകുമ്പോഴേക്കും നയനയും ദേവയാനിയൊക്കെ യാത്ര പറഞ്ഞ് വിടുന്നുണ്ട്. ഭയങ്കര വിഷമമാണ് അവർക്ക് കേട്ടോ. അങ്ങനെ ആദർശ് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെയാണ് താമസം മാറുന്നത്. അങ്ങനെ ഗസ്റ്റ് ഹൗസിൽ പോയി താമസിക്കുകയാണ് ആദർശ്. അതേസമയം നമ്മുടെ അനിക്ക് ഭയങ്കര വിഷമാവുകയാണ് ആദർശ് പോയി കഴിയുമ്പം. അനി നയനയോട് പറയുന്നുണ്ട്, നയനേച്ചി എന്തിനാ ആദർശ് എന്നെ വിട്ടത്, നയനേച്ചിക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം നയന പറയുന്നുണ്ട്, അനി ഞാൻ പറയാവുന്നത് പരമാവധി പറഞ്ഞു. ആദർശേട്ടൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ആദർശേട്ടൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ അനിക്ക് ആകെ മൊത്തം വിഷമാവുകയാണ്. അതേസമയം കമ്പനികളുടെ ചുമതലയൊക്കെ ആദർശ് ഒഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം ആര് എന്നുള്ള ചോദ്യം വരികയാണ്. അങ്ങനെ മുത്തശ്ശൻ അനിയെയും അവന്തികയും ഒക്കെ വിളിക്കുകയാണ് കേട്ടോ. ജയനും അജയനും ഒക്കെ കൂടെയുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദർശ് ഇപ്പം ഈ ചുമതലകളിലൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കമ്പനികളുടെ MD സ്ഥാനം നോക്കാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വേണമെന്ന് പറയണം. അപ്പം എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അനിയാണ് കേട്ടോ. അപ്പം അനി പറയുന്നുണ്ട്, ഇല്ല എനിക്കതിന് യാതൊരു താല്പര്യവുമില്ല, കമ്പനികളുടെ ഒരു MD സ്ഥാനവും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ആദർശേട്ടൻ ഇരുന്ന കസേരയിൽ ഇരിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ പറ്റില്ല, അതുകൊണ്ട് അവന്തിക എന്ന ഏറ്റെടുത്തോളാൻ പറയാണ്. അപ്പോൾ അവന്തിക അവിടെ നല്ല കുഞ്ഞായിട്ട് നിൽക്കുക. അവന്തിക പറയുന്നുണ്ട്, അയ്യോ മുത്തശ്ശ, എനിക്കതിനുള്ള പ്രാപ്തിയും കഴിവും ഒന്നുമില്ല, അനി തന്നെ ഏറ്റെടുക്കട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അനി പറയാൻ, എനിക്ക് ആലോചിക്കാനുണ്ട്, ആദർശേട്ടനോട് കൂടി കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, അതിനുശേഷമേ ഇതിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുള്ളൂ എന്ന് പറയുക. അങ്ങനെ അനി പോയി ആദർശിനെ കാണുകയാണ് ഗസ്റ്റ് ഹൗസിൽ ചെന്ന്. എന്നിട്ട് ആദർശേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ആദർശേട്ട ഇങ്ങനെ തിടുക്കപ്പെട്ട ഒരു തീരുമാനം, ഇപ്പം കമ്പനികളുടെ MD സ്ഥാനത്തിരിക്കാൻ ആരുമില്ല, അതുകൊണ്ട് തന്നെ എന്നെ ചുമതലപ്പെടുത്താനാണ് മുത്തശ്ശൻ പറയുന്നത്. അച്ഛനും ഇളയച്ഛനും ഒക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുന്നുമുണ്ട്, പക്ഷേ എനിക്കതിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല.
ഞാൻ ആദർശേട്ടൻ്റെ 5 അയലൊക്കത്ത് പോലും ഇരിക്കാനുള്ള യോഗ്യതയുള്ള ആളല്ല. പിന്നെ എങ്ങനെ ആദർശേട്ടൻ ഇന്ന് കസേരയിലിരുന്ന് ഞാൻ കമ്പനി കാര്യങ്ങളൊക്കെ നോക്കും? നിങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മാത്രം കമ്പനിയിലേക്ക് കയറിയവനാ ഞാൻ. എനിക്ക് ഇക്കാര്യത്തിലൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ആദർശേട്ടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എനിക്കിതിലൊന്നും താല്പര്യമില്ല. എല്ലാം രാജിവെച്ച് ഒഴിഞ്ഞാലോ എന്ന് തോന്നുക എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇനി നീ കൂടി അങ്ങനെ ചിന്തിക്കരുത്. ഒരിക്കലും അബിയെ കമ്പനിയുടെ MD സ്ഥാനത്തോ കമ്പനികളുടെ ചുമതലകളിലോ ഒന്നും ഇരുത്താൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇനി ആരിരിക്കാനാ? അച്ഛനും ഇളയച്ചനും ഒക്കെ ആ കാലം കഴിഞ്ഞുപോയി. അവർക്കൊന്നും അതിലൊരു താല്പര്യവും ഇല്ല. ഇനിയിപ്പം അവരൊന്നും അല്ല കാര്യങ്ങൾ നോക്കേണ്ടതും. അതുകൊണ്ട് നീ തന്നെ MD സ്ഥാനം ഏറ്റെടുക്കണം എന്ന് പറയണം. ഇല്ല, ആദർശേട്ടൻ തിരിച്ചു വന്ന് ആദർശേട്ടൻ തന്നെ ആ സ്ഥാനത്ത് ഇരിക്കണം എന്ന് പറയാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതപ്പോഴല്ലേ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് യഥാർത്ഥ കള്ളന്മാരെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷമേ ആനന്ദപുരിയിലേക്ക് വരുള്ളൂ. അതുവരെ നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ നീ ആ സ്ഥാനം ഏറ്റെടുക്കണം. ഇത് ഞാൻ പറയുന്നതാണ്, അത് നീ അനുസരിക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. അപ്പം അനി പറയാനും ശരിയാ, ഞാൻ ഏറ്റെടുക്കാം, ആദർശേട്ടൻ വരുന്നത് വരെ മാത്രം എന്ന് പറയാണ്. അങ്ങനെ കമ്പനിയുടെ MD സ്ഥാനം അനി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയൊക്കെ ചെയ്യാണ്. അതേസമയം നമ്മുടെ അവന്തികയ്ക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അവന്തിക പോയിട്ട് അച്ഛൻ നാഗേന്ദ്രയെ കാണുകയാണ്. നാഗേന്ദ്രയെ കണ്ട് അവന്തിക സംസാരിക്കുന്നുണ്ട്. അപ്പം നാഗേന്ദ്ര പറയാം, മോളെ ഭയങ്കര സന്തോഷമായി എനിക്ക്. ആദർശ് ആ വീട് വിട്ട് ഇറങ്ങിയില്ലേ, അത് തന്നെ വലിയ കാര്യമാണ്. എനിക്കിതുപോലെ കാണണം. ആ കുടുംബം ഇങ്ങനെ ശിഥിലമായി പോകണം. എന്നെ അവിടെ നിന്ന് ഇടിച്ചിറക്കി വിട്ട ആ കിളവനുണ്ടല്ലോ, അയാളുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം നാനാവിധമായി ആ കുടുംബം കുട്ടിച്ചോറാകുന്നത് കാണണം. അവരുടെ വീട്ടിലെ ആ എല്ലാ സന്തോഷങ്ങളും ഇല്ലാതാവുന്നത് കാണണം ഈ നാഗേന്ദ്രയ്ക്ക് എന്ന് പറയണം. അപ്പോൾ അവന്തിക്ക് പറയാം, അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇപ്പം ആദർശേട്ടൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇനി പലരും അവിടെ നിന്ന് ഇറങ്ങും. നയനയും അവിടെ നിന്ന് അടിച്ചിറക്കണം നമുക്ക് എന്ന് പറയണം. അപ്പോൾ നാഗേന്ദ്ര പറയാ, ശരിയാ, അവൾ ആ വീട്ടിൽ വരാൻ പോലും പാടില്ലായിരുന്നു. അന്നേ അബി ആ മണ്ടത്തരം കാണിക്കാതിരുന്നിരുന്നെങ്കിൽ നവ്യ മാത്രമേ ആ വീട്ടിൽ ഉണ്ടാവുള്ളായിരുന്നു, അതും ആദർശിൻ്റെ ഭാര്യയായിട്ട്. ഇപ്പോൾ അബിയും നയനയും എല്ലാം. നയനയാണ് ഇപ്പോൾ ആ വീടിൻ്റെ വിളക്ക്. ആ വിളക്ക് നമുക്കങ്ങ് കെടുത്തണം മോളെ എന്ന് പറയുക. അപ്പം അവന്തികയും പറയാ, ശരിയാ, അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നവ്യയ്ക്കും നമുക്ക് പണി കൊടുക്കണം. നവ്യയും ആ വീട്ടിലുണ്ടാവാൻ പാടില്ല എന്ന് പറയണം. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതിനു വേണ്ടിയിട്ടല്ലേ 2 വർഷത്തെ എഗ്രിമെൻറ്റ് ജുവലറിയുമായിട്ട് ഞാൻ അവൾക്ക് വെച്ചത്. അത് അവൾക്കുള്ളൊരു ട്രാപ്പാണ്. ഇനി അബിയുമായിട്ട് പിണങ്ങിയും അവൾ വേറെ ചില തീരുമാനങ്ങളിലേക്ക് പോയാലും നമ്മുടെ ഈ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യാൻ അവളെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് അവളെ ഞാൻ അവിടെ പൂട്ടിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അവന്തിക്ക് പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമായി അച്ഛാ. ഈ കാണുന്ന നമ്മുടെ ജുവലറി, ജുവലറി, ഈ മൂർത്തീസ് ജുവലറിയേക്കാളും ഉയരങ്ങളിൽ എത്തുന്നത് കാണാൻ എന്ത് രസമാണെന്നറിയാവോ എന്ന് ചോദിക്കുമ്പോൾ നാഗേന്ദ്ര പറയാം, മോളെ നീയാണ് എന്നിട്ട് ജുവലറിയുടെ MD ആയിട്ട് ഇരിക്കേണ്ടതെന്ന് പറയാ. അപ്പോൾ അവന്തിക്ക് പറയുന്നുണ്ട്, എനിക്കങ്ങനെ MD ആയിട്ടൊന്നും ഇരിക്കേണ്ട, അച്ഛൻ ജയിച്ച് കണ്ടാൽ മതി. ഞാൻ എന്നെയും അമ്മയും ഏട്ടനെയൊക്കെ കണ്ണീര് കുടിപ്പിച്ചവരെ കരയുന്നത് കണ്ടാൽ മതി എനിക്ക് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ നാഗേന്ദ്ര പറയാണ്, അതെ, അത് കാണണം. നിന്റെ അമ്മയും ഏട്ടനും ഒന്നും ഇപ്പോൾ ഈ വിവരം അറിയാനേ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തകർന്ന് തകിടം മറിയും. അബിയെ തന്നെയാണ് നമ്മുടെ ജ്വല്ലറിയുടെ MD ആയിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവൻ അവിടെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മൂർത്തീസ് ജ്വല്ലറിയിൽ കിടന്ന് കരഞ്ഞ് കാല് പിടിക്കുന്നുണ്ട്. അവൻ നമ്മുടെ ജ്വല്ലറിയുടെ MD ആയിട്ട് ഇരിക്കുന്നത് കണ്ട് അവിടെയുള്ളവരൊക്കെ ഒന്ന് ഞെട്ടണം. അതാണ് അച്ഛൻ്റെ ആഗ്രഹം മോളെ എന്ന് പറയാണ്. അങ്ങനെ അവർ ഭയങ്കര കാര്യമായിട്ട് എല്ലാം തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അനാമികയും വേണുവിനെയും രേവതിയെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവർ 3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, മോളെ ഇപ്പോൾ ദേ അനിയ കമ്പനിയുടെ MD സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണോ അവനെ ഉപേക്ഷിച്ചതെന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാം. അപ്പോൾ രേവതിയും പറയാം, ശരിയാ, അവനാ ഇപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയുടെ MD. ആദർശ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അവനെ കയറ്റിയിരുത്തി. അവനാ ഇപ്പോൾ എല്ലാം ഭരിക്കുന്നത്. എൻ്റെ മോളെ, നിനക്ക് ഭാഗ്യമില്ലാതായി പോയി എന്ന് പറയുക. അപ്പോൾ ഉടനെ അനാമിക പറയാം, നിങ്ങൾ 2 പേരും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്ത് ഭാഗ്യം എന്നാണ് നിങ്ങൾ പറയുന്നത്? അവൻ്റെ കൂടെ ഒരു ജീവിതമൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. പിന്നെ അവിടുന്ന് കിട്ടുന്ന ആ കോമ്പൻസേഷൻ അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതിനിയാണെങ്കിലും നമുക്ക് നേടിയെടുക്കാമല്ലോ എന്ന് പറയാം. അപ്പോൾ വേണു പറയാം, ശരിയാ മോളെ, ഇനിയാണെങ്കിലും നേടിയെടുക്കാം. നേരത്തെ കിട്ടുന്നതിൻ്റെ ഇരട്ടി കോമ്പൻസേഷൻ നിനക്ക് ഇനി നേടാം. കാരണം അവൻ ആ മൂർത്തീസ് ജ്വല്ലറിയുടെ MD. അങ്ങനെ ഇരിക്കുമ്പം അവൻ്റെ ആസ്തികളൊക്കെ കൂടും. അത്ര ആസ്തിയുള്ള അവൻ്റെ കയ്യിൽ നിന്ന് എത്ര കോടി രൂപ വേണേലും നമുക്ക് മാറ്റി ഇങ്ങ് അടിച്ചെടുക്കാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ അനാമിക പറയാം, ശരിയാച്ചാ, അതിനായിട്ടുള്ള നടപടികളിലേക്ക് നമ്മൾ ഇനി മുന്നോട്ട് പോകണം. കാരണം എന്താണെന്ന് വെച്ചാലേ, ഇനിയും നമുക്ക് വക്കീലിനെ കണ്ട് ആ ഒരു വഴിക്ക് നീങ്ങണം. നല്ല രീതിയിൽ അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങണം.
അവനിപ്പം MD കൂടിയായിട്ട് ഇരിക്കുകയല്ലേ എന്ന് ചോദിക്കുക അനാമികയും വേണുവും രേവതിയും കൂടി. അങ്ങനെ അവർ 3 പേരും കൂടെ പ്ലാൻ ചെയ്യുക. അപ്പോൾ അനാമിക പറയുന്നുണ്ട് അവൻ MD ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ആ നന്ദുവിനെ വിവാഹം കഴിക്കാനാണ് അവൻ ഇരിക്കുന്നത്. അത് നടക്കരുത്. ഇപ്പോൾ വന്ന് നന്ദുവിനെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവൻ്റെ അമ്മ ജാനകിയും എത്തുന്നുണ്ട്. അത് നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാന്ന് പറയുക. അപ്പോൾ ഉടനെ രേവതി പറയുന്നുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നന്ദുവിൻ്റെ വീട്ടുകാർക്ക് ആ കനകയ്ക്കും ഗോവിന്ദനും ഒന്നും അനിയുമായിട്ടുള്ള വിവാഹം താല്പര്യമില്ല. 2 പെൺമക്കളെ അനന്തപുരിയിലേക്ക് വിട്ടപ്പോൾ തന്നെ അവർ മടുത്തുപോയി. ഇനിയിപ്പോൾ 3ാമതൊരുത്തിയെ കൂടി അങ്ങോട്ട് വിട്ടാലുള്ള നാണക്കേട് ഓർത്തിട്ട് അവരതിനൊന്നും സമ്മതിക്കല്ല മോളെ എന്ന് പറയാം. അപ്പം ഉടനെ അനാമിക പറയാം അതെങ്ങനെ നിങ്ങൾക്കൊക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റും? ഇപ്പോഴേ അനന്തപുരിയിലെ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന അവനെ നന്ദുവിന് വിവാഹം കഴിച്ചു കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? നേരത്തെ പോലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ആ കാര്യത്തിൽ അച്ഛാ നമുക്കൊരു തടയിടണം കേട്ടോ എന്ന് പറയുക. അപ്പോൾ വേണു പറയാം മോളെ നീ അത് ഓർത്ത് വിഷമിക്കുകയേ വേണ്ട. ഒരിക്കലും നന്ദു അനി ഒന്നാകാൻ പോകുന്നില്ല. അത് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തടഞ്ഞിരിക്കുമെന്ന് പറയണം. അങ്ങനെ അവരും വലിയ പ്ലാനിങ്ങിലൊക്കെയാണ് കേട്ടോ. അതേസമയം ജുവലറികളിലെ പല കാര്യങ്ങളും ചോർന്നു പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുകയാണ്. എന്ത് വിവരങ്ങളുണ്ടെങ്കിലും അതെല്ലാം ജുവലറിക്കാരറിയും. അതനുസരിച്ച് പല കോൺട്രാക്റ്റുകളും ഡീലുകളും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യാണ് മൂർത്തീസ് ജ്വല്ലറിക്ക്. എനിക്ക് തന്നെ മൊത്തത്തിൽ ഒരു വെളിവുകേട് തോന്നുക. അനി അങ്ങനെ വന്നിട്ട് ആദർശിനെ കാണുക. അനി പലപ്പോഴും തന്നെ വന്ന ആദർശിനെ കണ്ട് ജ്വല്ലറിയിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അങ്ങനെ ആദർശിനെ വന്ന് കാണുകയാണ്. വന്ന് കണ്ടതിന് ശേഷം ആദർശനോട് പറയുന്നുണ്ട് ആദർശേട്ടാ ഞാൻ ചില കാര്യങ്ങളൊക്കെ ആദർശനോട് പറയാൻ വേണ്ടിയാണ് വന്നത്. ഇത്രയും കാലം ഞാൻ അവിടെ MD ആയിട്ട് ഇരുന്നപ്പം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ ജ്വല്ലറിയിലെ അകത്തുനിന്ന് തന്നെ ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ലീക്കാവുന്നുണ്ട്. നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും അത് ജ്വല്ലറിക്കാർ അറിയുന്നുണ്ട്. നിർണായക വിവരങ്ങളും നമ്മുടെ വീട്ടിൽ എടുക്കുന്നത് പോലും പുറത്ത് ലീക്കാവുന്നുണ്ട്. ജ്വല്ലറിക്കാർ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെ നമ്മുടെ ശത്രുക്കൾ നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജ്വല്ലറിക്കകത്ത് തന്നെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പല ഡീലുകളും നഷ്ടപ്പെട്ടത്. അന്ന് ഞാൻ തന്നെ ആ ഡീലിന് ചെല്ലുകയും എന്നെ വ്യക്തമായി ട്രാപ്പിൽപ്പെടുത്തുകയും ചെയ്തത് ജ്വല്ലറിക്കാർ തന്നെയാണ്. അത് എങ്ങനെയാണ് അവർക്ക് ഇത്ര കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടുന്നതെന്ന് അറിയില്ല എന്ന് പറയാം. അപ്പോൾ അനി പറയുന്നുണ്ട് അത് ഏട്ടാ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നമ്മുടെ വീട്ടിൽ തന്നെ ഇതിൻ്റെയൊക്കെ പുറകിൽ അഭിയാണോന്ന് എനിക്ക് സംശയമുണ്ട്, അല്ലെങ്കിൽ നവ്യ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയാണ് അഭി ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം അവൻ ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യും. പക്ഷേ നമ്മുടെ പല തോൽവികളിലും അതുപോലെ ജ്വല്ലറിക്കാരുടെ വിജയത്തിലും ഒന്നും അഭി പങ്കാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അതിലൊന്നും വ്യക്തമായ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല. എല്ലാവരും അറിഞ്ഞതിന് ശേഷമാണ് പല കാര്യങ്ങളും അഭി അറിയുന്നത്. അഭി എന്തോ ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നു. അവനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്ന് ഞാൻ വ്യക്തമായിട്ട് വിശ്വസിക്കുന്നില്ല. അവനും ഇതിൽ സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ അനി പറയാണ് എന്നാൽ പിന്നെ നവ്യേച്ചിയായിരിക്കും. നവ്യേച്ചി ആകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ജ്വല്ലറിയുടെ മോഡലല്ലേ നവ്യേച്ചി. അതും 2 വർഷത്തെ കരാറാണ് അവരുമായിട്ട് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ നവ്യേച്ചിക്ക് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെ പലതും ചോർത്തി കൊടുക്കുന്നത് നവ്യേച്ചിയാണെന്നാണ് തോന്നുന്നതെന്ന് പറയാണ്. അബി നവ്യേച്ചിയെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയല്ലേ. നമ്മളോടുള്ള വ്യക്തമായ ശത്രുത തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നവ്യേച്ചിയും പോയി ജ്വല്ലറിയുടെ മോഡലായത്. അതുകൊണ്ട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നവ്യേച്ചിയിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ടാവും എന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നീ പറഞ്ഞതിൽ കാര്യമുണ്ട്, നവ്യയും അതിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ നവ്യയ്ക്ക് ഓഫീസ് പരമായ പല കാര്യങ്ങളെ പറ്റിയും യാതൊരു വിവരവും ഇല്ല. അങ്ങനെ ഒരു കാര്യങ്ങളെക്കുറിച്ച് നവ്യ ചിന്തിക്കാറുമില്ല. ഓഫീസിൽ വരുന്ന ഡീലുകൾ, കൊട്ടേഷനുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നവ്യ അറിയാറുമില്ല. വീട്ടിലെ അല്ലറ ചില്ലറ കാര്യങ്ങൾ മാത്രമേ നവ്യ അറിയുന്നുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ജ്വല്ലറിക്ക് കിട്ടിയിട്ട് യാതൊരു പ്രയോജനവും. വളരെ പ്രധാനപ്പെട്ട രേഖകളും വളരെ പ്രധാനപ്പെട്ട ഡീലുകളും ഒക്കെ അവരറിയുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ നവ്യ ആകാനുള്ള സാധ്യതയില്ല. അതിനുള്ള ഒരു കാലിബർ ഒന്നും നവ്യക്കില്ല എന്ന് ആദർശ് പറയുക. അപ്പം അനി പറയുന്നുണ്ട് പിന്നെ ആരായിരിക്കും ഏട്ടൻ പറയുന്നത്? അപ്പച്ചിക്കും അതൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മളെ ചതിക്കുന്ന ആരായിരിക്കും എന്ന് ഏട്ടന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ചിന്തിക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷെ നീ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ആരായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന്. ഇനിത്തെ തവണ നീ ഓഫീസിലുള്ളവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങാൻ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ അനി ഓഫീസിലെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അവന്തികയാണെങ്കിൽ ഓഫീസിൽ നല്ലൊരു പൊസിഷനിൽ തന്നെ മുത്തശ്ശൻ്റെയൊക്കെ ഇഷ്ടത്തിന് പാത്രമായിക്കൊണ്ട് കയറി കൂടിയിരിക്കുകയാണ്.
പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് അവന്തിക. അങ്ങനെ മുത്തശ്ശൻ തന്നെ ഒരു ദിവസം അവന്തിയെ പ്രശംസിക്കുന്നുണ്ട്. അനിയുടെ മുമ്പിൽ വെച്ച് തന്നെ മുത്തശ്ശൻ പറയാണ്, അനി നീ അവന്തികയെ കണ്ടുപിടിക്കുക, എത്ര വർഷമായിട്ട് ഈ ജ്വല്ലറിയിൽ നീ കയറി ഇറങ്ങുന്നതാണ്, നിനക്ക് 5 ജ്വല്ലറികളുടെ ചുമതല നിന്നെ ഏൽപ്പിച്ചതാണ്, എന്നിട്ടും ഇപ്പോഴും കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല, നമുക്ക് പല ഡീലുകളും നഷ്ടപ്പെട്ടു പോവാണ്. ആദർശ് ഇരുന്നപ്പോൾ ചില പിഴകളൊക്കെ സംഭവിച്ചിരുന്നു. ഇപ്പോൾ നീ ആ പിഴകളൊക്കെ മാറ്റാൻ ശ്രമിക്കണം. നീ ഒരു ജ്വല്ലറി നോക്കിക്കൊണ്ടിരുന്നപ്പം അത് 1ാം സ്ഥാനത്തല്ലേ പോയിക്കൊണ്ടിരുന്നത്? ആ 1ാം സ്ഥാനം നിലനിർത്താൻ നീ ഒരുപാട് ശ്രമിച്ചില്ലേ? അതുപോലെ നമ്മുടെ എല്ലാ ജ്വല്ലറികളും 1ാം സ്ഥാനത്ത് തന്നെ വരാനായിട്ട് നീ ശ്രമിക്കണം. ഇപ്പം എന്താ നിനക്കൊരു മന്ദത? പലതും നഷ്ടപ്പെടുന്നു നമുക്ക്, അത് നീ ചിന്തിക്കണം. പല ചതിയും ഒളിഞ്ഞിരിപ്പുണ്ടെന്നും ശ്രദ്ധിച്ച് വേണം അനി കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന് പറയുക. അപ്പോൾ അവന്തികയും കൂടെയുണ്ട് കേട്ടോ. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, മുത്തശ്ശ, കഴിഞ്ഞ ഒരു ഡീലിൻ്റെ കാര്യം ഞാൻ അനിയോട് പറഞ്ഞതാണ്, പക്ഷേ അനി അതത്ര ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് നമുക്കത് നഷ്ടപ്പെട്ടത്. അതിൽ വ്യക്തമായ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് പറയുക. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്താ അനി നീ അവന്തിക പറയുന്നത് ശ്രദ്ധിക്കാത്തത്? കാര്യം അവളിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ ഒരു ട്രെയിനറായിട്ട് കയറിയിരിക്കുകയാണെങ്കിലും അവന്തിക മോള് ചെയ്യുന്നത് പലതിലും കൃത്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പല കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ ആ കുട്ടി പറയുന്നുണ്ട്. അത്രയൊരു മെച്യൂരിറ്റി പോലും നീ ആദർശമൊന്നും കാണിക്കാറില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവന്തികയ്ക്ക് എല്ലാ കാര്യത്തിലും നല്ല മതിപ്പുണ്ട്. അതുകൊണ്ട് അനി നീ പല കാര്യങ്ങളും അവന്തികയോട് ചോദിച്ചു വേണം ചെയ്യാനെന്ന് പറയണം. അനി ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനൊക്കെ ശേഷം അവന്തിക മനഃപൂർവ്വം അനിയെ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ചില ഡീലുകളിലൊക്കെ അനിയെ ഒപ്പിടിക്കുകയും അങ്ങനെ ചതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിക്ക് തന്നെ തോന്നുകയാണ് അവന്തികയുടെ കാര്യത്തിൽ എന്തോ ഒരു സംശയം. അതുമാത്രമല്ല, ദേവയാനിക്കും അങ്ങനെ ഒരു സംശയം തോന്നുകയാണ്. ഒരു ദിവസം ദേവയാനി റൂമിലൂടെ നടന്ന് വരുമ്പോഴേക്കും അവന്തികയുടെ റൂമിൽ നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് കേട്ടോ. നാഗേന്ദ്രയോടാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ അവന്തിക മൂർത്തീസ് ജ്വല്ലറിയെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. പല ഡീലുകളും നഷ്ടപ്പെടുന്നുവെന്നും അതിനൊക്കെ കാരണങ്ങളും എന്താണെന്നും പലതിനെക്കുറിച്ചും പറയുന്നതായിട്ട് കേൾക്കുകയാണ് നമ്മുടെ ദേവയാനി. അപ്പോൾ ദേവയാനി ഇങ്ങനെ സംശയിക്കുകയാണ്, ഇവളിതെന്താണ് സംസാരിക്കുന്നത്, ഇതാരോടാണ് ഇവൾ ഇത്രയും നേരമായിട്ട് ഈ കമ്പനികളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, എന്താണെന്ന് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ദേവയാനി ഒന്ന് ശ്രദ്ധിച്ചൊക്കെ നിൽക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് പോലെ ദേവയാനിക്ക് തോന്നുകയാണ്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട് അവന്തിയോട്, എന്താ അവന്തിയെ, നീ ആരോടാ കമ്പനി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഇപ്പം നമ്മുടെ കമ്പനിയെ ചതിക്കാൻ ഒരുപാട് പേര് നിൽക്കുന്നിടത്ത് കമ്പനിയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കരുതെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ എന്ന് ചോദിക്കുക. അപ്പോൾ അവന്തിക ആകെ നിന്ന് ഉരുളുവാണ് കേട്ടോ. അപ്പോൾ തന്നെ ദേവയാനിക്ക് ഒരു സംശയം തോന്നുക, ഇവക്കും ഇതിൽ എന്തെങ്കിലും ചെറിയ പങ്കുണ്ടോ? ആ ജലജയുടെ മോളല്ലേ, ആ അബിയുടെ പെങ്ങളല്ലേ, ഇവളും അത്ര വെടിപ്പാണെന്നൊന്നും തോന്നുന്നില്ല. ഇവളുടെ കാര്യം അനിയോടൊന്ന് സൂചിപ്പിക്കണം. കാരണം ഇവൾ കമ്പനിക്കുള്ളിലുള്ളയാണ്. പക്ഷെ ആരെയൊക്കെ ഇവൾ സംസാരിക്കുകയും ആവശ്യമില്ലാതെ ഏത് സമയവും പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു ചതിയുണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെ ദേവയാനി അത് നേരെ അനിയോട് പറയാണ്, അനി നീ അവന്തികയുടെ കാര്യത്തിൽ ഒരു കണ്ണ് വെക്കണം കേട്ടോ. കാരണം അവൾ ജ്വല്ലറിയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ടെങ്കിലും അവളുടെ പോക്കത്ര പന്തിയാണെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ലെങ്കിലും ജലജയുടെ മോളല്ലേ അവള്, ആ വിത്തുഗുണം കാണിക്കാതിരിക്കുമോ? അതുകൊണ്ട് നീ അവളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയാണ്. ശരിയമായി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അനിയും പറയാണ് കേട്ടോ. അങ്ങനെ അനി അവന്തികയെ ശ്രദ്ധിക്കുമ്പം അനിക്കും എന്തോ പന്തികേട് തോന്നുക. നേരെ അത് അനി ആദർശിനോട് ചെന്ന് പറയാണ്, ആദർശേട്ടൻ പറഞ്ഞത് നേര് തന്നെയാണ്. കമ്പനിക്കുള്ളിലുള്ള ചിലർ തന്നെയാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിപ്പം വല്യമ്മ എന്നോട് അവന്തികയെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പം അവൾ ചില കാര്യങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് ചോർത്തുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അല്ല, സംശയമല്ല, അത് സത്യമാണ്. അവന്തിക വഴിയാണ് നമ്മുടെ കമ്പനിയിലെ പല കാര്യങ്ങളും ചോർന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഇനി അത് എങ്ങോട്ട് പോകുന്നുള്ളതെന്ന് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. ജ്വല്ലറിക്കാർക്കാണോ അതോ മറ്റാർക്കെങ്കിലും ആണോ ഇവൾ കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതെന്ന് അറിയണം. അങ്ങനെ ജ്വല്ലറിക്കാർക്കാണെങ്കിൽ ഈ അവന്തികയ്ക്ക് നല്ല ബന്ധം ജ്വല്ലറിയായിട്ടുണ്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ ജ്വല്ലറിക്കാർ അവന്തികയെ വിലക്കെടുത്ത് മൂർത്തീസ് ജ്വല്ലറിയിലാക്കിയിരിക്കുകയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ആദർശം പറയാ, ശരിയാ, എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാതിരുന്നില്ല. അവന്തിക വന്നതിന് ശേഷമാണ് ഈ ചില പ്രശ്നങ്ങളൊക്കെ ഉദിച്ചുയർന്നു വന്നത്. ഇത്രയധികം കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത്. അതുകൊണ്ട് നമുക്ക് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ഇതിന് വ്യക്തമായ തെളിവൊന്നുമില്ലല്ലോ ആദർശേട്ടാ. തെളിവില്ലാതെ മുത്തശ്ശൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഇത് പ്രസൻറ്റ് ചെയ്യാമെന്ന് അനി ചോദിക്കുക. അപ്പോൾ ആദർശ് പറയാം, നമുക്ക് തെളിവുണ്ടാവണം. അവന്തികയുടെ കോളുകൾ, അവന്തിക പോയ സ്ഥലങ്ങളിലെ CCTV വിഷ്വൽസ്, അങ്ങനെ പല തെളിവുകളും നമുക്ക് കിട്ടില്ലേ? അപ്പോൾ അനി പറയാം, ശരിയാ, നന്ദുവിനെ നമുക്ക് ഇതിനായിട്ടൊന്ന് ഏൽപ്പിച്ചാലോ? അവളാവുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോളും. സൈബർ സെല്ലിൽ നിന്ന് അവന്തികളുടെ കോൾ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം, എങ്ങോട്ടാണ് അവൾ കൂടുതലായി വിളിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും ഒക്കെ എടുക്കാം എന്ന് പറയാണ്. അപ്പോൾ അനിയോട് ആദർശ് പറയാം, ശരി, നീ നന്ദു വഴി ആ അന്വേഷണം നടത്താൻ പറയാണ്.
അങ്ങനെ അനി നന്ദുവിനെ പോയി കണ്ട് ഈ വിവരങ്ങളൊക്കെ പറയാണ്. നന്ദു, ഇന്ന പോലെ അവന്തികയെ ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. ആദർശ് എന്നെ ട്രാപ്പിൽപ്പെടുത്തിയതും നമ്മുടെ ജ്വല്ലറി തകർക്കാൻ ശ്രമിച്ചതും ഒക്കെ അവന്തികയും കൂടെ കൂടിയാണോ എന്ന് നല്ല സംശയമുണ്ട്. അത് അവന്തികയുടെ കുറച്ച് ഡീറ്റെയിൽസ് എടുക്കണം. അവളുടെ കോൾ റെക്കോർഡ്സും അതുപോലെ തന്നെ CCTV വിഷ്വൽസും ഒക്കെ നമുക്ക് കിട്ടുവാണെങ്കിൽ അതൊക്കെ എടുക്കാൻ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, കുറച്ചൊരു ലേറ്റ് ആവും, എങ്കിലും ഞാൻ സൈബർ സെല്ല് വഴിയൊക്കെ അവളുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു തരാം എന്ന് പറയണം. അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ നന്ദു എടുക്കുമ്പം അവധിക കൂടുതലും കോൾ ചെയ്തിരിക്കുന്നത് AN ജ്വല്ലറിയിലേക്കാണ് കേട്ടോ. AN ജ്വല്ലറിയിൽ നിന്ന് വരുന്ന ഡേവിഡിൻ്റെ പേരിലെടുത്ത 2 നമ്പറുകളിലേക്കാണ് അവധിക കൂടുതലായിട്ടും കോൾ ചെയ്തിരിക്കുന്നത്. ഒന്ന് നാഗേന്ദ്രയുടെയും ഒന്ന് ഡേവിഡിൻ്റെയും. 2 നമ്പറും ഡേവിഡിൻ്റെ പേരിൽ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നാഗേന്ദ്രയുടെ പേരിലല്ല. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുകയാണ് അനിക്കും ആദർശിനും ഒക്കെ ഡേവിഡുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം അവന്തികയ്ക്കുണ്ടെന്ന്. അങ്ങനെ AN ജ്വല്ലറിയുടെ ഒരു വിലക്കെടുത്ത ഒരാളാണ് അവന്തിക എന്നുള്ള കാര്യം ഇവർക്ക് പിടികിട്ടുകയാണ്. പക്ഷേ അവന്തികയുടെ അച്ഛൻ നാഗേന്ദ്രയാണ് AN ജ്വല്ലറിയുടെ ഓണർ എന്നൊന്നും പിടികിട്ടുന്നില്ല. പക്ഷേ അവന്തികയ്ക്ക് AN ജ്വല്ലറിയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നും മൂർത്തീസ് ജ്വല്ലറിയിലെ പല കാര്യങ്ങളും AN ജ്വല്ലറിയിലേക്ക് ചോർത്തി കൊടുക്കുന്നത് അവന്തികയാണെന്നുള്ള വിവരം കിട്ടുകയാണ്. അങ്ങനെ ഈ കോൾ റെക്കോർഡ്സിൻ്റെ ലിസ്റ്റും ഒക്കെ ആയിട്ട് നന്ദു ഉൾപ്പെടെ അവന്തികയുടെ അടുത്തേക്ക് എത്തുകയാണ്. ആദർശും അനിയും വരുന്നുണ്ട്. 3 പേരും കൂടെ അവന്തികയെ പൂട്ടുവാണ് ഈ റെക്കോർഡ്സ് കാണിച്ച്. നീ AN ജ്വല്ലറിയിലെ ഡേവിഡിനെയാണല്ലേ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ദിവസം 4-5 പ്രാവശ്യം വിളിച്ച് മണിക്കൂറുകളോളം സംസാരിച്ച് എന്ത് ഡീലാണ് നിങ്ങൾ ഉറപ്പിക്കുന്നത്? മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനുള്ള കാര്യങ്ങളല്ലേ നീ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് അവന്തികയെ പൂട്ടുവാണ്. അവന്തികയാണെങ്കിൽ നിന്ന് വേർക്കാണ്. എന്താണ് ഇനി ഇപ്പം പറഞ്ഞു നിൽക്കുക? ഇതിൻ്റെ പിന്നിൽ ഡേവിഡ് ആണെന്ന് മാത്രമേ ഇപ്പം ഇവർക്ക് അറിയുള്ളൂ. AN ജ്വല്ലറിയുടെ MD തൻ്റെ അച്ഛൻ നാഗേന്ദ്രയാണെന്നുള്ള വിവരം അറിയില്ല. ഇനി അതുകൂടി ഇവരെല്ലാം കണ്ടുപിടിക്കുമെന്ന് വെച്ച് ആകെ വെട്ടി വിയർത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ അവന്തിക. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്